നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുശിഷ്യ കഥ. ഒരു ഗുരുകുലത്തിൽ ഗുരുവും കുറേ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഗുരുവിന് കുഷ്ഠരോഗം ബാധിച്ചു. ദേഹമാസകലം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പരക്കാൻ തുടങ്ങി. ഗുരുവിൻ്റെ ശക്തിയെല്ലാം പോയി എന്ന് കരുതി ശിഷ്യന്മാർ ഓരോന്നായി വിട്ടുപോകാൻ ആരംഭിച്ചു. എന്നാൽ കുറച്ചുപേർ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ അവിടെ തന്നെ തങ്ങി. എന്നാൽ അതിൽ സന്തോഷിക്കുന്നതിന് പകരം ഗുരു അവരെ ചീത്ത പറയുകയാണ് ചെയ്തത്. ഗുരുവിൻ്റെ ഈ ശകാരവും ഒപ്പം ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും എല്ലാം കാരണം ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. അവസാനം ഒരു ശിഷ്യൻ മാത്രം ബാക്കിയായി. ഗുരു ആശ്രമം വിട്ട് കാശിക്ക് പോകാൻ തീർച്ചയാക്കി. അപ്പോൾ ആ ശിഷ്യനും കൂടെ കൂടി. എന്നാൽ ഗുരു അവനോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ തിരിച്ചു പോകാൻ മടി കാണിച്ചപ്പോൾ ഗുരു അവനെ കഠിനമായി ചീത്ത പറഞ്ഞു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ശിഷ്യൻ ഗുരുവിനെ പിന്തുടർന്നു. ഗുരുവിൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഗുരു കാശിയിൽ എത്തി. അവിടെ വച്ചും ഗുരു ശിഷ്യനെ പലവിധത്തിൽ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ശിഷ്യൻ അതൊന്നും കാര്യമാക്കാതെ ഗുരു ശുശ്രൂഷ തുടർന്നു. ശിഷ്യന്റെ ഈ ശ്രദ്ധാപൂർവമായ ഗുരു ശുശ്രൂഷ കണ്ട് സന്തുഷ്ടനായി പരമശിവൻ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എൻ്റെ ഗുരുവിൻ്റെ അസുഖം മാറിയാൽ മതി. പക്ഷേ അങ്ങയിൽ നിന്ന് വരം സ്വീകരിക്കാമോ എന്ന് ഞാൻ ആദ്യം ഗുരുവിനോട് ചോദിക്കട്ടെ. ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അസുഖം മാറിയാൽ ഞാൻ പിന്നീട് അത് അനുഭവിക്കാൻ വീണ്ടും ജനിക്കേണ്ടി വരും. ഇത് കേട്ട് ശിഷ്യൻ ശിവഭഗവാനോട് എനിക്ക് വരമൊന്നും വേണ്ട എന്നറിയിച്ചു. അല്പകാലം പിന്നിട്ടപ്പോൾ ശിഷ്യന്റെ മുൻപിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി വന്നു. പറഞ്ഞു, നിന്റെ ഗുരു ശുശ്രൂഷയിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നീ എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളൂ. കുറച്ചു നേരം ആലോചിച്ചിട്ട് ശിഷ്യൻ പറഞ്ഞു, എനിക്കൊരു വരവും വേണ്ട. ഭഗവാൻ നിർബന്ധിച്ചു, വരം സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗുരുവിൻ്റെ ഇച്ഛ എന്താണെങ്കിലും അത് ഗുരു പറയുക പോലും ചെയ്യാതെ അറിയുവാനും അനുസരിക്കുവാനുമുള്ള കഴിവെനിക്കുണ്ടാകട്ടെ. ഭഗവാൻ ആ വരം നൽകി അനുഗ്രഹിച്ചു. ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ ഗുരു രോഗമെല്ലാം മാറി ആരോഗ്യവാനായിരിക്കുന്നതാണ് കണ്ടത്. ശിഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി ഗുരു സ്വയം സ്വീകരിച്ചതായിരുന്നു ആ അസുഖം. ശിഷ്യന്റെ ശ്രദ്ധയും ഭക്തിയും കണ്ട് പ്രീതനായ ഗുരു ആത്മജ്ഞാനം നൽകി അവനെ അനുഗ്രഹിച്ചു. ഹരി ഓം നമഃ ശിവായ.